അങ്ങനെ അളിയനും പെണ്ണ് കെട്ടാൻ പോകുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അളിയൻ്റെ കല്യാണം എല്ലാം ഉറപ്പിച്ചു. ഓഗസ്റ്റ് 19 തീയതിയാണ് അളിയൻ്റെ കല്യാണം. നമ്മൾ പറയും പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ആ സമയമായപ്പോൾ അളിയൻ്റെ കല്യാണവും സെറ്റായി. അപ്പോൾ ഇന്ന് അളിയൻ്റെ നിശ്ചയമാണ്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഫുഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. നമുക്ക് വേണമെങ്കിൽ ഫുഡ് പുറത്ത് ഓർഡർ കൊടുത്ത് വരുത്തിക്കാമായിരുന്നു. ഇപ്പോഴത്തെ പച്ചക്കറിയുടെ വില വെച്ചും ഈ മെനക്കേട് വെച്ചും അതായിരിക്കും ഒരുപക്ഷെ ലാഭം. പക്ഷേ ഈ കാണുന്ന പോലെ നമ്മൾ വീട്ടുകാരും പിന്നെ അയൽവക്കക്കാരും എല്ലാവരോടും ചേർന്നിരുന്ന് അരിഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡുണ്ടാക്കുന്ന ആ ഒരു സന്തോഷവും ആ ഒരു സുഖവും നമുക്കൊരിക്കലും ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും തീരുമാനിച്ചു, ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അയൽവക്കക്കാരും വീട്ടുകാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് കാണാനും ഒന്ന് അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതാണ് വീട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് കുഞ്ഞമ്മയുടെ വീട്, രമകുഞ്ഞമ്മയുടെ വീട്. അപ്പോൾ അവിടെ വെച്ചാണ്, അതിൻ്റെ മുറ്റത്ത് വെച്ചാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തലേദിവസം രാത്രി തന്നെ അതെല്ലാം അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് തുളസേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പം ടാർപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മഴ എപ്പോഴാണ് പെയ്യുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു മുൻകരുതൽ എന്ന രീതിക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പം അരിയൊക്കെ അടുപ്പത്തിട്ട് അത് ഏകദേശമൊക്കെ സെറ്റായി വരുന്നു. അച്ഛനും മോളും കൂടെ പായസം വെക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അടയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിയലിനുള്ള ഐറ്റങ്ങളെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വറക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അട വേവിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ചോറ് വെക്കാനുള്ള ചുമതല അളിയനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അളിയൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അത് 100% സത്യസന്ധമായിട്ട് നിറവേറ്റുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. വിറകൊക്കെ ഒറ്റ കൈ കൊണ്ടും ഒറ്റ കാല് കൊണ്ടൊക്കെ ഒടിച്ചാണ് അളിയൻ ആ ഒരു അരി വേവിച്ചെടുക്കുന്നത്. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനും കൂടെ ചേർന്നു. എൻ്റെ സഹായം അളിയന് വേണ്ടി വന്നു. അങ്ങനെ ചോറൊക്കെ റെഡിയായി, അതങ്ങോട്ട് മാറ്റി. അവിയലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തുളസി ചേച്ചും അമ്മയും കൂടെ സെറ്റാക്കി റെഡിയാക്കി അവിയൽ ഏകദേശം ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട്. അളിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പണിയാണ് ചെയ്യുന്നത്. തേങ്ങയൊക്കെ തിരുമ്മി വളരെ വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്തെ രമകുഞ്ഞമ്മയുടെ വീട്ടിൽ കസേരയും മേശയും എല്ലാം എൻ്റെ മോനും പൂജയും ബാക്കി കുട്ടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അളിയൻ എത്ര പണിയെടുത്തിട്ടും അളിയന് മതി വരുന്നില്ല. അളിയൻ വളരെ ശ്രദ്ധാലുവായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കസേരയൊക്കെ തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടുക്കളയിൽ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ അവർ വരാനുള്ള സമയം ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്നാണ് മഴ പെയ്തത്. ഏത് ശുഭകാര്യത്തിനും മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ല മഴയായിരുന്നു. എന്നാലും അവർ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് മഴയൊക്കെ തോന്നും. അവരെത്തിയിട്ടുണ്ട്. അപ്പം ഒരു 10-25 പേരോളം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവരെത്തി. അങ്ങനെ നിശ്ചയത്തിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അളിയൻ്റെ മാസ് വരവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേളിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് അവരെല്ലാം വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അളിയൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു നിമിഷം അരങ്ങേറാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിളക്ക് കത്തിച്ചു. ഒരു ശുഭകാര്യത്തിന് മുന്നോടിയായിട്ടുള്ള വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയാണ് ഇനിയിപ്പം നടക്കുന്നത്. അങ്ങനെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വിളമ്പുകാരൊക്കെ പിള്ളേരങ്ങ് ഏറ്റെടുത്തു. കാരണം തലേദിവസം ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേക സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ വിളമ്പണം എന്നതിനെപ്പറ്റി. അങ്ങനെ അതും വലിയ തിരക്കിടില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. അങ്ങനെ അവർ തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗമായ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും അളിയൻ്റെ കല്യാണങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടത്തുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അവർ പോയപ്പോൾ അളിയൻ എന്തോ ഒരു വിഷമം പോലെ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, എന്ത് പറ്റി അളിയ അവരോട് പോകണമെന്ന്. അപ്പോൾ അളിയൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന്.
എന്തായാലും ഇത്രയും നേരം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.